എനിക്ക് ശബ്ദമില്ല, എനിക്ക് തീരെ വയ്യ, എൻ്റെ മുഖത്തും ഒത്തിരി വിഷമമുണ്ട്, എനിക്ക് എഴുന്നേറ്റ് നിൽക്കാനേ വയ്യ. ഞാൻ ഇങ്ങനെ ഒരു സന്ദേശം ആരോഗ്യമില്ലാത്ത ഒരു ശരീരാവസ്ഥയിൽ നിങ്ങൾക്ക് തന്നു എന്ന് വിചാരിക്കുക. ആരോഗ്യമില്ലാത്ത ശബ്ദം, ആരോഗ്യമില്ലാത്ത മുഖഭാവം, ആരോഗ്യമില്ലാത്ത ഇരിപ്പ്, ആരോഗ്യമില്ലാത്ത നിൽപ്പ്, അങ്ങനെ ഒരു സന്ദേശം തന്നാൽ നിങ്ങളുടെ മനസ്സും എനർജൈസ്ഡ് ആവില്ല, എന്റെ മനസ്സും എനർജൈസ്ഡ് ആവില്ല. എനിക്ക് എന്നെ തന്നെ എനർജി കൊടുക്കാൻ പറ്റണില്ല. അപ്പൊ എനിക്ക് നിങ്ങൾക്ക് എനർജി തരാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്റെ ശരീരം എനർജറ്റിക് ആയിട്ടിരിക്കേണ്ടത് എന്റെ മനസ്സിനെയും നിങ്ങളുടെ മനസ്സിനെയും ഉയർത്താൻ ആവശ്യം. എന്റെ ശരീരം എനർജറ്റിക് ആയിരിക്കേണ്ടത് എന്റെ ശരീരത്തെ തന്നെ ഉയർത്താൻ ആവശ്യം. എന്റെ ശരീരം എനർജി ഇല്ല എന്ന് വിചാരിക്കുക. ഞാൻ ഒരു 10 സൂര്യ നമസ്കാരം ഇവിടെ ചെയ്താൽ എന്ത് പറ്റും? പിന്നെ ഞാൻ എഴുന്നേക്കില്ല. അപ്പൊ എന്റെ ശരീരത്തിന് എനർജി ഇല്ലെങ്കിൽ എന്റെ ശരീരം കൊണ്ട് സൂര്യ നമസ്കാരം ചെയ്യാൻ പറ്റില്ല, എന്റെ ശരീരം കൊണ്ട് ഔദ്യോഗിക ജോലി ചെയ്യാൻ പറ്റില്ല, എന്റെ ശരീരം കൊണ്ട് വാഹനം ഓടിക്കാൻ പറ്റില്ല, എന്റെ ശരീരം കൊണ്ട് ഞാൻ എന്തെല്ലാം കർമ്മങ്ങളാണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ചെയ്യേണ്ടത്, അത് ചെയ്യാൻ എന്റെ ശരീരത്തിന് ആരോഗ്യമില്ലെങ്കിൽ പറ്റില്ല. അപ്പൊ ഒരു കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ ഘടകങ്ങള് കറക്റ്റ് പ്രപ്പോർഷനിൽ ഉപയോഗിച്ചാൽ മാത്രമേ, ഒരു വണ്ടി നിർമ്മിക്കാൻ ആവശ്യമായ കോമ്പോണന്റുകള് കറക്റ്റ് പ്രപ്പോർഷനിൽ ഉപയോഗിച്ചാൽ മാത്രമേ, ഒരു റോഡ് നിർമ്മിക്കാൻ ആവശ്യമായ ഘടകങ്ങള് കറക്റ്റ് പ്രപ്പോർഷനിൽ ഉപയോഗിച്ചാൽ മാത്രമേ കെട്ടിടമായാലും വാഹനമായാലും റോഡായാലും പെർഫെക്റ്റ് ആയിട്ട് നിലനിൽക്കുള്ളൂ. അപ്പൊ എന്റെ ശരീരം പെർഫെക്റ്റ് ആയിട്ട് നിലനിൽക്കണമെങ്കിൽ എന്തിനാ ശരീരം പെർഫെക്റ്റ് ആയിട്ട് നിലനിൽക്കുന്നത്? എന്റെ മനസ്സിനെയും ഞാനുമായി ബന്ധപ്പെടുന്നവരുടെ മനസ്സിനെയും നമ്മളുടെ ഈ ശരീരം ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രമാണ് നമ്മളുടെ മനസ്സിനെ ഉയർത്താനും ശരീരത്തെ തന്നെ ഉയർത്താനും കുടുംബത്തിന്റെ നന്മകളിലൂടെ കുടുംബ ബന്ധങ്ങൾ ദൃഢമാക്കാനും സമൂഹത്തിനെയും രാഷ്ട്രത്തെയും ഉയർത്താനും നമുക്ക് നമ്മുടെ ആത്മാവിന് ജഗദീശ്വരൻ തന്നിരിക്കുന്ന ഒരു ഉപകരണമാണ് ശരീരം. ആ ശരീരം നന്മ നിറഞ്ഞ ഘടകങ്ങൾ കൊണ്ട് നിർമ്മിക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ ശരീരം നിർമ്മിക്കുന്നത് ഭക്ഷ്യപദാർത്ഥങ്ങൾ കൊണ്ടാണ്. ഭക്ഷണപദാർത്ഥങ്ങളിലൂടെയാണ് ശരീരത്തിന്റെ, നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നപ്പോ ഏതാണ്ട് 3 കിലോഗ്രാം ഭാരം ഉണ്ടായിരുന്നവരാ. നമ്മളില് എന്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരും 3 കിലോ അല്ലെങ്കിൽ 3.2 കിലോഗ്രാം ഭാരമുണ്ടായിരുന്ന ഞാനും നിങ്ങളും ഇപ്പോ 68 കിലോവോ 70 കിലോവോ 80 കിലോവോ ഭാരമുള്ളവരായി തീർന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ്. അപ്പൊ നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് ഭക്ഷ്യ വിഭവങ്ങളിലൂടെയാണ്. എങ്ങനെയാണോ ഒരു കെട്ടിടം സിമന്റ്, ഇഷ്ടിക, കമ്പി, മണല് കൊണ്ട് നിർമ്മിക്കുന്നത്, എങ്ങനെയാണോ ഒരു വാഹനം ലോഹത്തിന്റെ കോമ്പോണന്റുകൾ കൊണ്ട് നിർമ്മിക്കുന്നത്, എങ്ങനെയാണോ ഒരു റോഡ് ടാറും ചല്ലിയും കൊണ്ട് നിർമ്മിക്കുന്നത്, ആ കോമ്പോണന്റുകൾ നന്നായാൽ, നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ ആ കെട്ടിടമായാലും വാഹനമായാലും റോഡായാലും നന്നായിരിക്കും. അത് തന്നെ എടുക്കുക. ശരീരത്തിന് നമ്മുടെ ശരീരം നല്ല രീതിയിൽ വരണമെങ്കിൽ ശരീരം നിർമ്മിക്കാൻ ഉപയോഗിച്ച കോമ്പോണന്റുകള് നന്മ നിറഞ്ഞതാവണം. മറ്റൊരർത്ഥത്തിൽ സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കൂ. നമ്മളുടെ ശരീരത്തിന്റെ അകത്തേക്ക് പോകുന്ന സാധനങ്ങള് നന്മ നിറഞ്ഞതാണെങ്കിൽ മാത്രമേ ശരീരത്തിന് അത് നന്മ നിറഞ്ഞ ഫീലിംഗ് ഉണ്ടാക്കുള്ളൂ. ശരീരത്തിന്റെ അകത്തേക്ക് പോകുന്ന സാധനങ്ങള് നന്മ നിറഞ്ഞതാണെങ്കിൽ മാത്രമേ ശരീരത്തിന് നന്മ നിറഞ്ഞ ഫീലിംഗ് ഉണ്ടാക്കുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്ക. നല്ലൊരു സിനിമാ പാട്ട് ചെവിയിലൂടെ അകത്തേക്ക് പോയി എന്ന് വിചാരിക്കാം, നമുക്ക് എന്തൊരു സന്തോഷം ഉണ്ടാവുക. അതിവികൃതമായ മോഡേൺ സിനിമാ പാട്ടുകൾ ഒരു 5-6 എണ്ണം അടുത്ത കാലത്ത് ഞാൻ കേട്ടു. എന്നിട്ട് ആ CD തന്നെ തല്ലിപ്പൊളിച്ച് കളഞ്ഞു. ഇങ്ങനെയും വൃത്തികെട്ട രീതിയിൽ
ഒരു കാൽപ്പനികതയുമില്ല, സാഹിത്യവും ഇല്ല, ലിറിക്സും ഇല്ല, രാഗവും ഇല്ല, ഒന്നുമില്ലാതെ ഒരർത്ഥവും വ്യാപ്തിയില്ല. വൈകുന്നേരം നിഴല് പടിഞ്ഞാട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ എന്തൊരബദ്ധല്ലേ? നിഴല് വൈകുന്നേരം എങ്ങനെയാ പടിഞ്ഞാട്ട് പോവാ? നിഴല് കിഴക്കോട്ടല്ലേ പോവുള്ളൂ. അർത്ഥം പോലും ഇല്ലാതെ ഓരോ വാക്കുകൾ ചേർത്ത് എഴുതിയ ആ കവിതയോ ഒരു പാട്ടോ ചെവിയിലൂടെ അകത്തേക്ക് പോയാൽ ആസ്വദിക്കണമെങ്കിൽ നല്ല പാട്ടാവണം, നല്ല കവിതയാവണം, നല്ല കീർത്തനമാവണം. നമ്മുടെ കൺമുമ്പില് ഒരു പശുവിനെ അറക്കുന്ന സീനാണെന്ന് വിചാരിക്കുക. അത് ആ ദൃശ്യം കണ്ണിലൂടെ അകത്തേക്ക് പോയാൽ നമുക്കത് താങ്ങാനേ പറ്റില്ല. കുറെ പേര് തമ്മിൽ വഴക്കിടുന്നു, ടിയർ ഗ്യാസ് പൊട്ടിക്കുന്നു, പോലീസ് ലാത്തി ചാർജ് നടത്തുന്നു, ഒരു മനുഷ്യനെ വണ്ടി ഇടിക്കുന്നു. ഈ കാഴ്ചകള് പ്രകാശത്തിലൂടെ കണ്ണിന്റെ അകത്തേക്ക് പോയാൽ നമ്മുടെ മനസ്സിനകത്ത് അസാധാരണമായിട്ടുള്ള വേദന ഉണ്ടാവാം. ഇപ്പൊ തിന്മ നിറഞ്ഞത് ചെവിയിലൂടെ അകത്തേക്ക് പോയാൽ, തിന്മ നിറഞ്ഞ ദൃശ്യം കണ്ണിലൂടെ അകത്തേക്ക് പോയാൽ, ദുർഗന്ധം മൂക്കിലൂടെ അകത്തേക്ക് പോയാൽ എന്താ സംഭവിക്കുക? നമുക്കത് താങ്ങാൻ പറ്റില്ല. അതുപോലെ നമ്മ എങ്ങനെയാണോ ശബ്ദം ചെവിയിലൂടെ അകത്തേക്ക് പോകുന്നത്, എങ്ങനെയാണോ ദൃശ്യം കണ്ണിലൂടെ അകത്തേക്ക് പോകുന്നത്, എങ്ങനെയാണോ ഗന്ധം മൂക്കിലൂടെ അകത്തേക്ക് പോകുന്നത്, എങ്ങനെയാണോ സ്പർശം ത്വക്കിലൂടെ അകത്തേക്ക് പോകുന്നത്, എങ്ങനെയാണോ സ്വാദ് ടേസ്റ്റ് അത് നാവിലൂടെ അകത്തേക്ക് പോകുന്നത്, ഈ അഞ്ചും അതിലേതെങ്കിലും ഒന്നാണെങ്കിൽ പോലും നന്മ നിറഞ്ഞതല്ല അകത്തേക്ക് പോകുന്നതെങ്കിൽ ശരീരം അതിന് പ്രതികരിക്കും. അതേപോലെ നമ്മളുടെ ശരീരത്തിന് ചേർന്ന ഭക്ഷണമല്ല അകത്തേക്ക് പോകുന്നതെങ്കിൽ ശരീരം പ്രതികരിക്കും. അപ്പൊ ഈ ശരീരം നന്മ നിറഞ്ഞതാവണം, ആരോഗ്യമുള്ളതാവണം. മനസ്സിനെയും ശരീരത്തെയും കുടുംബത്തെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും ഉയർത്താൻ പാകത്തിന്, ഉണർത്താൻ പാകത്തിന്, വളർത്താൻ പാകത്തിന്, തളർത്താതിരിക്കാൻ, തകർക്കാതിരിക്കാൻ പാകത്തിന് എന്റെ ശരീരം ആരോഗ്യമുള്ളതാവണമെങ്കിൽ ശരീരത്തിനെ വളർത്താൻ ആവശ്യമായ ഘടകങ്ങള് നന്മ നിറഞ്ഞതാവണം. ഒരു കെട്ടിടം നിർമ്മിക്കാൻ അതിന്റെ കോമ്പോണന്റുകള് നന്മ നിറഞ്ഞതായിരിക്കേണ്ടതുപോലെ എന്റെ ശരീരത്തെ നിർമ്മിക്കാൻ ആവശ്യമായ കോമ്പോണന്റുകള് നന്മ നിറഞ്ഞതാവണം. അപ്പോ ആഹാരം എന്ന ആ ചൈതന്യവത്തായ ഒന്നിനെ ഭാരതീയര് നമ്മൾ സാധാരണ പറയാറുണ്ട്, അന്നം ബ്രഹ്മേ ദിവ്യജാനാത്. ആഹാരമാണ് ഈ ശരീരത്തിൽ ജീവൻ നിലനിർത്തുന്നത്. ആഹാരം ഏത് തരത്തിലുള്ളത് കഴിക്കുന്നുവോ അതേ തരത്തിലുള്ള ഒരു ശരീരമാണ് നമുക്കുണ്ടാവുന്നത്. യതോ അന്ന തതോ മനഃ. ഏത് തരത്തിലുള്ള ആഹാരമാണോ നമ്മൾ കഴിക്കുന്നത് നമ്മളുടെ മനസ്സും അതുപോലെയുള്ളതായിരിക്കും. അപ്പോ ഭാരതീയ ഋഷിവര്യന്മാര് സംഗീതത്തിന് നന്മ നിറഞ്ഞൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കി. ഭാരതീയ ഋഷിവര്യന്മാര് ആരോഗ്യത്തിന് നന്മ നിറഞ്ഞ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കി ആയുർവേദത്തിലൂടെ. ഭാരതീയ ഋഷിവര്യന്മാര് അർത്ഥശാസ്ത്രം, എക്കണോമിക്സ്, സമ്പത്തിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കി, അത് അർത്ഥശാസ്ത്രം. സംഗീതത്തിന് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയത് ഗാന്ധർവ വേദത്തിലൂടെ, ആരോഗ്യത്തിന് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയത് ആയുർവേദത്തിലൂടെ, വീട് പണിക്ക് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയത് തച്ചുശാസ്ത്രത്തിലൂടെ, അതുപോലെ സാമ്പത്തിക നിലവാരത്തിന് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയത് അർത്ഥശാസ്ത്രത്തിലൂടെ, കഥകൾക്ക് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയത് പുരാണത്തിലൂടെ, അനുഭവങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയത് രാമായണത്തിലൂടെ, സന്ദേശങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയത് വേദത്തിലൂടെ. എന്ത് രസാന്നറിയാമോ? ഇതിങ്ങനെ കുറെ കൂടി പറഞ്ഞുകൊണ്ട് പോയാൽ നമ്മുടെ പൈതൃകത്തില്, നമ്മുടെ സംസ്കാരത്തില് ഇത്രയും സയന്റിഫിക്കലി, ലോജിക്കലി, റാഷണലി ആയിട്ടുള്ള വേറെ ഒരു എക്സ്പ്ലനേഷൻ അന്വേഷിച്ചുകൊണ്ട് പോവണ്ട. അപ്പോ എല്ലാത്തിനും ഭാരതീയർ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കി. ആഹാരത്തിനും സ്റ്റാൻഡേർഡ് ഉണ്ടാക്കി. ആരോഗ്യത്തിന് ആയുർവേദത്തിലൂടെ, കെട്ടിടത്തിന് തച്ചുശാസ്ത്രത്തിലൂടെ, സാമ്പത്തിക അവസ്ഥയ്ക്ക് അർത്ഥശാസ്ത്രത്തിലൂടെ, അതുപോലെ തന്നെ ഭാഷാശാസ്ത്രങ്ങൾക്ക് വേദാംഗത്തിലൂടെ,
സന്ദേശങ്ങൾക്ക് വേദത്തിലൂടെ, അനുഭവങ്ങൾക്ക് രാമായണത്തിലൂടെ, കഥകൾക്ക് പുരാണത്തിലൂടെ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയ വ്യക്തികള് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനും സ്റ്റാൻഡേർഡ് ഉണ്ടാക്കി. ആ ആഹാരമാണ് ഭാരതത്തില് പൈതൃക ആഹാരം എന്ന് പറയുന്നത്. ഏത് ആഹാരമാണോ നമ്മൾ കഴിക്കുന്നത്, നമ്മുടെ സ്വഭാവം അതനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അടുത്ത കാലത്ത് പ്രൊഫസർ വിൻബർഗ് എന്നൊരു ശാസ്ത്രജ്ഞനുണ്ട്. പ്രൊഫസർ വിൻബർഗ് നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയില്ല. അദ്ദേഹവും കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. നേരത്തെ ഞാൻ പറഞ്ഞു ബ്രയൻ വൈസ് എന്നൊരു ശാസ്ത്രജ്ഞന്റെ പേര് പറഞ്ഞു. മെനി ലൈവ്സ് മെനി മാസ്റ്റേഴ്സ് എന്ന പുസ്തകം എഴുതിയ, പുനർജന്മത്തെക്കുറിച്ച് പുസ്തകം എഴുതിയ ആ പ്രൊഫസറുടെ സയന്റിസ്റ്റിന്റെ പേരാണ് ബ്രയൻ വൈസ്. അദ്ദേഹം കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ വ്യക്തിയാണ്. മറ്റൊരു കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ വ്യക്തിയാണ് പ്രൊഫസർ വിൻബർഗ്. അദ്ദേഹം എന്താ ചെയ്തറിയോ? അദ്ദേഹത്തിന്റെ വീടില് 60 ഏക്കർ ഉണ്ട്. 60 ഏക്കർ നല്ല ലാൻഡ്സ്കേപ്പ് ഉള്ളതാ. അദ്ദേഹം ഒരു പരീക്ഷണം നടത്തി. എന്തായിരുന്നു പരീക്ഷണം? നിങ്ങൾ ഒരുപക്ഷെ കേട്ടിരിക്കാൻ സാധ്യതയില്ലാത്ത പരീക്ഷണം. ഈ മൃഗശാലയിൽ നിന്ന്, സൂവിൽ നിന്ന് പുലി, സിംഹം, കരടി, ചെന്നായ, കുറുക്കൻ അങ്ങനെ മാംസാഹാരം മാത്രം കഴിക്കുന്ന മൃഗങ്ങളെ അദ്ദേഹം ഇദ്ദേഹത്തിന്റെ വീട്ടിന്റെ ബാക്ക്യാർഡിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഗവൺമെന്റുമായിട്ട് എഗ്രി ചെയ്തിട്ട് ഈ കൂടുകളെല്ലാം വെച്ച് ഈ സിംഹത്തിനും പുലിക്കും കരടിക്കും ചെന്നായ്ക്കും എല്ലാം ഇഡ്ഡലിയും ദോശയും കൊടുത്തു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും ചിലപ്പോൾ പറ്റില്ല. ഇത് ഇഡ്ഡലിയും ദോശയും തിന്നുമോ? പുലിയും സിംഹവും സാധാരണഗതിയില് മാംസാഹാരം മാത്രം കഴിച്ച് ശീലിച്ച മൃഗങ്ങൾക്കെല്ലാം ആദ്യത്തെ ദിവസം അതൊന്നും തിന്നില്ല. പക്ഷെ പിന്നത്തെ ദിവസം മുതൽക്ക് 65 ദിവസം നീണ്ടു നിന്ന ആ പരീക്ഷണത്തില് അദ്ദേഹം ആ സിംഹത്തിന് വെജിറ്റേറിയൻ മാത്രം കൊടുത്തു, കരടിക്കും പുലിക്കുമെല്ലാം. അത് കഴിഞ്ഞ് അദ്ദേഹം ഒന്ന് പരീക്ഷിച്ചു. എന്താ പരീക്ഷിച്ചറിയോ? കൂട് പതുക്കെ തുറന്ന് ഈ വന്യമൃഗങ്ങള് പുറത്തു വരുമ്പോ അതെങ്ങനെ പെരുമാറുന്നു എന്ന് വിശകലനം ചെയ്ത് നോക്കിയപ്പോ ഈ പുലിയെയും സിംഹത്തിനെയും ചെന്നായിയെയും നിയന്ത്രിക്കാൻ വലിയ ഇലക്ട്രോഡുകളുടെ ആവശ്യമില്ല. സാധാരണ പശുക്കളെയും കുതിരകളെയും നിയന്ത്രിക്കുന്ന മാതിരി ഈ ജന്തുക്കളെ നിയന്ത്രിക്കാൻ സാധിക്കും. അദ്ദേഹം അതിനെക്കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പുസ്തകത്തിന്റെ അവസാനം എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയോ? യതോ അന്ന തതോ മനഃ. ആ മൃഗങ്ങള് ഇത്രയും ക്രൂരത നിറഞ്ഞ മൃഗങ്ങളാവാൻ കാരണം, ആ മൃഗങ്ങള് ഇത്രയും അധികം ജന്തുക്കളെ പിടിച്ച് രാത്രി ഉറങ്ങാതെ പകലുറങ്ങി രാത്രി നടക്കാൻ കാരണം അതിന്റെ ആഹാരത്തിന്റെ പ്രത്യേകതയാ. അപ്പോ ഞാൻ ചിലപ്പോ ഇവിടെ പറയാറുണ്ട്, എന്റെ കൂട്ടത്തിൽ ഞങ്ങൾ രാത്രി ഡ്രൈവ് ചെയ്യുമ്പോൾ എല്ലാ ഫാസ്റ്റ് ഫുഡും എല്ലാ നോൺ വെജിറ്റേറിയൻ കടകളും രാത്രിയാ 12 മണിവരെ 1 മണിവരെ. വെജിറ്റേറിയൻ കടകളെല്ലാം 8:30-9 മണിക്ക് അടയ്ക്കും. ആലോചിച്ചൊക്കെ, വെജിറ്റേറിയൻ ഹോട്ടൽ 8:30 മണി കഴിഞ്ഞാൽ പിന്നെ ഇല്ല. പിന്നെ മുഴുവനും നോൺ വെജിറ്റേറിയനാ. ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് യാത്ര ചെയ്ത് തിരുവനന്തപുരം വരെ പോകുമ്പോ ആറ്റിങ്ങലൊക്കെ ചിലപ്പോ എത്തുമ്പോ 2 മണിയാവും. അർദ്ധരാത്രി കഴിഞ്ഞ് 2 മണി 9 ഹോട്ടല് ആറ്റിങ്ങൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും. അർദ്ധരാത്രി കഴിഞ്ഞ് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വളരെ ദൂരെ അല്ലാതെ ഒരു ബുഹാരി ഹോട്ടലുണ്ട്. ഞങ്ങൾ ചിലപ്പോൾ 2 മണിക്ക് 3 മണിക്ക് അവിടെ എത്തുമ്പോ ഒരു 60 ബൈക്കെങ്കിലും കാണും അവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്നവര്. തൊട്ടപ്പുറത്താണ് ഇറച്ചി ഉണ്ടാക്കി, ആ തൊട്ടപ്പുറത്തെ മൃഗങ്ങളെ കൊല്ലുന്നത്. അവിടെ നിന്ന് ഇറച്ചി ഫ്രഷായിട്ട് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ എല്ലാ വിധത്തിലുള്ള നോൺ വെജും ഉണ്ടാക്കുന്നത്. പാതിരാത്രി കഴിഞ്ഞ് മനുഷ്യൻ ഭക്ഷണം കഴിക്കുക, ചിലപ്പോൾ അതിരാവിലെ 2 മണിക്ക് ഭക്ഷണം കഴിക്കുക. എല്ലാ വെജിറ്റേറിയൻ ഹോട്ടലും രാത്രി അടച്ചിടുക. അത് പകല് മാത്രം വെജിറ്റേറിയൻ തുറക്കുക, രാത്രി നോൺ വെജിറ്റേറിയൻ തുറക്കുന്നതിന്റെ അർത്ഥം മനസ്സിലായത് പ്രൊഫസർ വിൻബർഗിന്റെ പുസ്തകം വായിച്ചപ്പോഴാണ്. കാരണം ശാന്തമായ ജീവിതത്തിന്
ശാന്തമായിട്ടുള്ള മനസ്സിന്, ആരോഗ്യമുള്ള ശരീരത്തിന്, ആരോഗ്യമുള്ള ചിന്തകൾക്ക്, ആരോഗ്യമുള്ള വീക്ഷണത്തിന് എല്ലാം നമ്മുടെ ശരീരത്തെ പ്രേരിപ്പിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ്. അപ്പൊ ആ ഭക്ഷണം നല്ല വെജിറ്റേറിയൻ ഭക്ഷണമാകണം. അടുത്ത കാലത്ത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്കും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലേക്കും പോകാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി. എനിക്ക് അത്ഭുതം തോന്നി. കുറെ യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാൻ പോവാറുണ്ട് US പോകുമ്പോൾ, ചിലതിലൊക്കെ ക്ലാസ് എടുക്കാറുമുണ്ട്. ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വലിയൊരു ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. ആ ഫ്ലക്സിൽ എഴുതി വെച്ചിരിക്കുന്നത് വെജിറ്റേറിയൻ പീപ്പിൾ ഓഫ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വെൽക്കംസ് യു. ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ സസ്യാഹാരം കഴിക്കുന്ന വ്യക്തികള് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി വെജിറ്റേറിയൻ ക്ലബ്ബ് വെൽക്കംസ് യു. ക്ലീവ്ലാൻഡ് യൂണിവേഴ്സിറ്റി വെജിറ്റേറിയൻസ് വെൽക്കം യു എന്ന് പറഞ്ഞിട്ടൊക്കെയാ വെച്ചിരിക്കുന്നത്. അപ്പൊ ലോകം മാംസാഹാരത്തിൽ നിന്ന് സസ്യാഹാരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഇന്ന് എല്ലായിടത്തും കാണാം. അടുത്ത കാലത്ത് എന്നാൽ ഫെബ്രുവരി 15 കുംഭമേളയിൽ പങ്കെടുക്കാൻ ഞാൻ പോയിരുന്നു. പ്ലസ് ഒരു ഇന്റർനാഷണൽ സെമിനാറും ഉണ്ടായിരുന്നു. ആ ഇന്റർനാഷണൽ സെമിനാർ ആയുർവേദത്തെ കുറിച്ചുള്ളത് ഉദ്ഘാടനം ചെയ്തത് അർജന്റീനയിലെ അംബാസിഡറാ, അർജന്റീനക്കാരനാ. അദ്ദേഹം പറയായിരുന്നു, അർജന്റീനക്കാരാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാംസാഹാരം കഴിച്ചിരുന്നത്. ലോകത്തില് ഏറ്റവും കൂടുതൽ മാംസം കഴിച്ചിരുന്നത് അർജന്റീനക്കാരാ. ഇപ്പോ അവിടെ ആയുർവേദ ചിന്തകള്, ഭഗവത്ഗീത അർജന്റീനയില് പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോ മാംസാഹാരത്തിന്റെ അളവ് 10% കുറഞ്ഞു. 3.5 കിലോ മാംസം കഴിക്കുന്നവരാണ് അർജന്റീനക്കാര് ആയിരുന്നത്. ഇപ്പോ കഷ്ടിച്ച് ഒരു 100 ഗ്രാം 150 ഗ്രാമിൽ താഴെ കഴിക്കണുള്ളൂ ആവറേജ്. അതാരാ അവിടെ പ്രചരിപ്പിക്കുന്നത്? ജീസസ് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് അർജന്റീന. അർജന്റീനയില് ഒരു ദേശീയ യൂണിവേഴ്സിറ്റി ഉണ്ട്, ജീസസ് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി. അവരാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. മുഴുവനും സസ്യാഹാരം, ആയുർവേദത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ജീവിതം. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ലോകം വെജിറ്റേറിയനിസത്തിലേക്ക് മാറുന്നു. ഇംഗ്ലണ്ടുകാര്, കാനഡക്കാര്, അമേരിക്കക്കാര് വെജിറ്റേറിയനിസത്തിലേക്ക് മാറുന്നു. മാത്രല്ല, അത്ഭുതകരമായ വസ്തുത, ഞാൻ കുറെ കാലം ആർട്ടിക് ഓഷ്യനിൽ ഉണ്ടായിരുന്നു. ആർട്ടിക് ഓഷ്യൻ യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ട. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, ഒക്ടോബർ മുതൽക്ക് ഫെബ്രുവരി വരെ സൂര്യനെ കാണാനേ സാധിക്കില്ല. 24 മണിക്കൂറും ഇരുട്ടാ, നല്ല ഇരുട്ടാണ്. മാത്രല്ല ടെമ്പറേച്ചർ -65 ഡിഗ്രി സെന്റിഗ്രേഡാ. കാറ്റുണ്ടെങ്കിൽ -75 ഡിഗ്രി സെന്റിഗ്രേഡിൽ പോകും. കട്ടി 10 മീറ്റർ വരെ കനത്തില് സ്നോ വീഴുന്ന സ്ഥലത്താണ് ഞാൻ ഉണ്ടായിരുന്നത്. വളരെ വളരെ ബുദ്ധിമുട്ടാണ് റോട്ടിലൂടെയൊക്കെ പോവാന്ന് പറഞ്ഞാൽ. അവിടെ നിന്ന് കുറച്ചു ദൂരേ ഉള്ളൂ ആർട്ടിക് ഓഷ്യന്റെ സെന്ററിലേക്ക്. ആർട്ടിക് ഓഷ്യനിൽ താമസിക്കുന്ന എസ്കിമോകള് യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിൽ പഠിക്കാൻ വരുമായിരുന്നു. അപ്പൊ ഈ എസ്കിമോകൾ ഇവിടെ വരുമ്പോ അവർക്ക് കുറെ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കാൻ സാധിച്ചു. ഗവൺമെന്റ് എന്ത് ചെയ്തു? കനേഡിയൻ ഗവൺമെന്റ് വലിയ വിമാനത്തില് ആർട്ടിക് ഓഷ്യനിലുള്ളവർക്ക് വെജിറ്റേറിയൻ സാധനങ്ങൾ എത്തിച്ചു തുടങ്ങി. അതെന്തിനാ എത്തിച്ചു തുടങ്ങിയത്? ആർട്ടിക് ഓഷ്യനിലുള്ള എസ്കിമോകള് ഭയങ്കരമായിട്ട് സ്ട്രോങ്ങാ, നല്ല ഊർജമുള്ളവരാ. നിർഭാഗ്യവശാൽ അവരുടെ ലൈഫ് എക്സ്പെക്ടൻസി, അവര് ഏതാണ്ട് ഒരു 35-37 വയസ്സാവുമ്പോ എല്ലാവരും മരിച്ചു പോകും. 35-37 കൂടുതൽ എസ്കിമോകൾ ജീവിക്കില്ല. പക്ഷെ അത്രയും കാലം അവർ ഭയങ്കര സ്ട്രോങ്ങാ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പഠനം നടത്തിയിട്ട് അറിയിച്ചത് ഇവര് സ്ട്രോങ്ങാ, പക്ഷെ നോൺ വെജ് മാത്രമേ കഴിക്കണുള്ളൂ. അതുകൊണ്ട് എല്ലാ രോഗങ്ങളും അവർക്ക് 35-36 വയസ്സാവുമ്പോൾ വരും. അത് ഗവൺമെന്റിനെ അറിയിച്ച് ഗവൺമെന്റ് വെജിറ്റേറിയൻ അവിടെ ഇറക്കാൻ തുടങ്ങിയപ്പോ 2 വർഷം കൊണ്ട് എസ്കിമോകളുടെ ലൈഫ് എക്സ്പെക്ടൻസി 35-37 വയസ്സിൽ നിന്ന് 68-70 വയസ്സായിട്ട് കൂടി. അപ്പൊ ആലോചിച്ച് നോക്കാം, അവര് വെജിറ്റേറിയനിസത്തിലേക്ക് മാറിയപ്പോ ആടിമുടി അവരുടെ ജീവിതത്തിന്റെ ശൈലി തന്നെ മാറി. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയാറുണ്ട്, അത്രേ
ഒരു ഹെൽത്ത് ഷോക്ക് അവർക്ക് ഉണ്ടായത് സൈബീരിയക്കടുത്ത് അംബക്കേഷ്യൻ പ്രോവിൻസ് എന്നൊരു സ്ഥലമുണ്ട്. അംബക്കേഷ്യൻ പ്രോവിൻസിലുള്ള വ്യക്തികള് നല്ല അജാനുബാഹുക്കളാണ്. അവര് സാധാരണ ആൾക്കാർ മരിക്കുക 110നും 120നും വർഷത്തിനിടയ്ക്ക. അവര് 90, 80, 70 വയസ്സാവുമ്പോ ഒന്നും മരിക്കില്ല. ഇവര് 110, 120 വയസ്സ് വരെ ജീവിക്കാൻ കാരണം എന്താ? അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്. നല്ലോണം ചായ കുടിക്കും അവര്. സവാള അവരുടെ ഭക്ഷണത്തിലുണ്ട്. മുട്ടയോ പാലോ ഉൾപ്പെടെ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട ഒന്നും അവരുടെ ഭക്ഷണത്തിൽ ഇല്ല. എല്ലാം സസ്യാഹാര. അപ്പൊ പ്യുവർ സസ്യാഹാരം അത്ര തണുപ്പുള്ള രാജ്യത്തിൽ ഉണ്ടായിട്ട് പോലും അവിടെ ജീവിതത്തിന് ലൈഫ് എക്സ്പെക്ടൻസി വളരെ കൂടി. ഇത്രയും ഞാൻ നിങ്ങളോട് പറഞ്ഞത് മാംസാഹാരം കഴിക്കുമ്പോഴുള്ള മൃഗങ്ങളുടെ പെരുമാറ്റം മാറുക, മാംസാഹാരം കഴിക്കുമ്പോൾ മനുഷ്യന്റെ ആയുസ് കുറയുക, അനവധി രോഗങ്ങള് 38 രോഗങ്ങള് കേരളത്തിലുള്ളത് 38 രോഗങ്ങളും മാംസാഹാരത്തിൽ നിന്ന് വരുന്നതാണെന്ന് അടുത്ത കാലത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജും സർവേ നടത്തിയപ്പോ അവരുടെ ആനുവൽ റിപ്പോർട്ടില്, വാർഷിക റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട്, കേരളം ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് നിൽക്കുന്നത്. അഗ്നിപർവ്വതത്തിന്റെ മുകളില്. കാരണം ഒരാഴ്ച കേരളത്തിൽ കൊല്ലുന്നത് 22 ലക്ഷം പശുക്കളെയാ. ഒരാഴ്ച കേരളത്തിൽ കൊന്നു തിന്നുന്നത് 22 ലക്ഷം പശുക്കളെയാ. ഈ പശുക്കളുടെ ഇറച്ചി, സാച്ചുറേറ്റഡ് ഫാറ്റ്, അതിനകത്തുള്ള രോഗാണുക്കള്, അതിനകത്തുള്ള പെസ്റ്റിസൈഡ് റെസിഡ്യൂ, ഇതെല്ലാം നേരെ ഈ മാംസാഹാരം കഴിക്കുന്നവരിലേക്കാ വരുന്നത്. അതുകൊണ്ട് കേരളം ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലാ. രോഗത്തിന്റെ ഏറ്റവും മുകളിലായിരിക്കുന്നത്. ഇന്ന് കേരളത്തിലെ ആരെ എടുത്താലും ഏതെങ്കിലും അസുഖം അവർക്കുണ്ട്. അത് സ്വാഭാവികമായിട്ടുള്ള ചില പ്രായാധിക്യത്തിന്റെ അസുഖമല്ല, അല്ലാത്ത അസുഖങ്ങള്. എത്രയാ വികാരത്തിന്റെ പുറത്ത്, എത്രയാ ചെറുപ്പത്തില് ആത്മഹത്യ, മരണം, ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ, അതുപോലെ ത്വക്ക് രോഗം, ചെസ്റ്റ് പെയിൻ തുടങ്ങി എതിറോസ്ക്ലിറോസിസ്, ഈ രോഗങ്ങളെല്ലാം വരാൻ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളില് ഒന്ന് ഇവിടെ കേരളീയർ കഴിക്കുന്ന മാംസാഹാരം, 2 കേരളത്തില് ഒരു വർഷം ചെലവാകുന്ന മദ്യത്തിന്റെ അളവ്. മദ്യം. അപ്പൊ നമ്മളുടെ ആഹാരത്തില് നമ്മൾ ശരിക്കും നന്മ നിറഞ്ഞ ഒരു ആഹാര രീതി, ഭാരതീയ പൈതൃക പ്രകാരമുള്ള ഒരു ആഹാര രീതി, അത് കേരളത്തിന്റെ കാര്യത്തിലെടുക്കുകയാണെങ്കിൽ കേരളീയമായ ചൈതന്യമുള്ള ഒരു ആഹാര രീതി നമ്മൾ കഴിക്കുകയാണെങ്കിൽ എത്ര വയസ്സുവരെ ജീവിക്കാൻ വലിയ പ്രശ്നം ഉണ്ടാവില്ല. നല്ല ആരോഗ്യം, നല്ല മനസ്സിന്റെ സ്റ്റെബിലിറ്റി, ഇത് നമുക്ക് സാധിക്കും. ഇന്നലെ അർദ്ധരാത്രി ഞങ്ങൾ കോതമംഗലത്ത് നിന്ന് എറണാകുളത്ത് എടപ്പള്ളിയിലേക്ക് പോവായിരുന്നു. കാക്കനാട് വഴി തെറ്റിയിട്ട് കാക്കനാട് തൃക്കാക്കര വന്നു. തൃക്കാക്കര വന്നപ്പോൾ ഒരാളും ഇല്ല. മണി 11:30 ഞങ്ങൾ ഒരു കാറുകാരൻ പെട്രോൾ പമ്പിൽ നിർത്തിയിരിക്കുന്നു. അയാളുടെ അടുത്ത് എന്ന് ചോദിച്ചു, ഞങ്ങൾക്ക് എടപ്പള്ളി പോവേണ്ടത് എങ്ങനെയാ? ആ വണ്ടിയിലിരിക്കുന്നവരെല്ലാം നാക്കുപോലും എടുത്ത് സംസാരിക്കാൻ പറ്റുന്ന ലെവലിലല്ല മദ്യപിച്ചിരിക്കുന്നത്. കാല് നിലത്ത് വെക്കുമ്പോ വീഴുന്നു. അയാള് ഞങ്ങൾക്ക് വഴി പറഞ്ഞു തരാൻ വന്നാൾ നമ്മുടെ വണ്ടി പിടിച്ചോണ്ടാ നിൽക്കുന്നത്. ഒരു വാക്കുപോലും ക്ലിയർ അല്ല. ഇത് ഞാൻ പറഞ്ഞത്, പാതിരാത്രിക്ക് വണ്ടി ഓടിക്കുന്ന വ്യക്തികള് ഈ മദ്യപിച്ചോണ്ട് വണ്ടി ഓടിച്ചാലുള്ള അവസ്ഥ എന്താ? അത് ശരീരത്തിന്റെ ലിവറ്, മസ്തിഷ്കം, അതുപോലെ ഹാർട്ട്, എല്ലാത്തിനെയും ബാധിക്കുമെന്നുള്ളതാണ്. അപ്പോ മദ്യം എന്ന വിഷം ആഹാരത്തിന്റെ ഭാഗമായിട്ട് പോകുന്നു. മാംസം എന്ന വിഷം ആഹാരത്തിന്റെ ഭാഗമായിട്ട് പോകുന്നു. മൃഗങ്ങളെ അറക്കുമ്പോഴുള്ള ചോര, മാംസം
വിഷമായിട്ട് അകത്തേക്ക് പോകുന്നു. ഇതെല്ലാം കൂടി ഉണ്ടാകുന്ന രോഗത്തിന് ചികിത്സിക്കാൻ രാസവസ്തുക്കളായ മരുന്നുകള്, എത്രയാ മരുന്നുകള് വിഷമായിട്ട് അകത്തേക്ക് പോകുന്നു. അപ്പൊ നമ്മളുടെ ജീവിതത്തില് ഒരു കെട്ടിടം നിർമ്മിക്കാൻ നല്ല സിമന്റും നല്ല മണലും നല്ല കമ്പിയും ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് എല്ലാം വളരെ കുറഞ്ഞ അളവിൽ ചീത്ത സിമന്റ്, ചീത്ത മണല്, ചീത്ത വെള്ളം, ചീത്ത കമ്പി ഉപയോഗിച്ച് കെട്ടിടം നിർമ്മിക്കുന്നത് പോലെ നമ്മൾ കഴിക്കുന്ന ജലം, നമ്മൾ കഴിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ്, നമ്മൾ കഴിക്കുന്ന മാംസം, കഴിക്കുന്ന രക്തം, കഴിക്കുന്ന കെമിക്കല് മരുന്ന്, അതേപോലെ പലരും കുടിക്കുന്ന മദ്യം, ഇതുകൊണ്ടാണ് എന്റെയും നിങ്ങളുടെയും ശരീരം നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ ആ ശരീരം എങ്ങനെയിരിക്കും? ഒരു തരത്തിലും നന്മ വരുത്തുന്ന ഘടകങ്ങളല്ല നമ്മുടെ ശരീരത്തിലുള്ളതെങ്കിൽ ആ ശരീരം എങ്ങനെ ഇരിക്കുന്നറിയാൻ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ OP കൗണ്ടറിൽ ഒന്ന് പോയി നോക്കാം. തിരുവനന്തപുരത്ത് PRS ഹോസ്പിറ്റൽ ഉണ്ട്. അവിടെ രാവിലെ നിങ്ങൾ പോയാൽ 5 കല്യാണത്തിൽ പങ്കെടുക്കുന്ന അത്രയും ആൾക്കാരാ OP ടിക്കറ്റിന് നിൽക്കുന്നത്. 5 കല്യാണത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർ, ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയല്ല. ഒരു 8:30 മണിക്ക് OP ടിക്കറ്റ് കിട്ടണമെങ്കിൽ 7 മണിക്ക് ക്യൂവിൽ നിൽക്കണം. എന്തേ കേരളത്തില് റോഡുകളെല്ലാം നന്നായി, നല്ല ജോലി, നല്ല ശമ്പളം, സ്ഥലത്തിന് നല്ല വില, ഇഷ്ടംമാതിരി ഭക്ഷണ പദാർത്ഥങ്ങള്, ഇഷ്ടംമാതിരി ഹോട്ടലുകള്, ഇഷ്ടംമാതിരി വിമാനത്താവളങ്ങള്, ഇഷ്ടംമാതിരിയുള്ള കാറുകള്, എല്ലാം ഇഷ്ടംമാതിരി വന്നിട്ട് ഇത്രയും സൗകര്യമുള്ള ഒരു സംസ്ഥാനത്തില് എന്തുകൊണ്ട് ഇഷ്ടംമാതിരി രോഗികളും വന്നു? ഇത്രയും രോഗികൾ വരാൻ എന്താ കാരണം? വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം. ഒരു കാര്യം ഉറപ്പാ, 2 രൂപയ്ക്കും 1 രൂപയ്ക്കും ഇപ്പൊ അരി കിട്ടുന്നുണ്ട്. മഹാബലി വാണിരുന്ന കാലത്ത് പോലെ 1 രൂപയ്ക്ക് അരി കിട്ടിയിരുന്നില്ല. അത്രയും അരി കിട്ടുന്നുണ്ട്. ഇത്രയെല്ലാം ഉണ്ടായിട്ടും ഇത്രയും രോഗികൾ ഉണ്ടാവാൻ കാരണം എന്ത് എന്ന് ചിന്തിക്കാനുള്ള ഉത്തരവാദിത്വം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരിക. ഉത്തരം ക്ലിയറാ. ഈ വർഷം മാർച്ച് 28, 29, 30 പെസഹ വ്യാഴാഴ്ച, ദുഃഖ വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഈസ്റ്റർ ഞായറാഴ്ച കേരളീയര് കുടിച്ചു തീർത്ത മദ്യത്തിന്റെ അളവ് 860 കോടി രൂപ. കേരള ജനസംഖ്യ 300 കോടി. അതിൽ ആണുങ്ങള് 1.5 കോടി. അതിൽ ചെറിയ കുട്ടികളെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ കഷ്ടിച്ച് പ്രായമായ 35 ലക്ഷം പേര് കുടിച്ച മദ്യത്തിന്റെ അളവാണ് 860 കോടി രൂപയുടെ മദ്യം. 20 ലക്ഷം പശുക്കള്. അതുപോലെ ഈ ഉത്രാടം, തിരുവോണം, അവിട്ടം, 1-ാം ഓണം, 2-ാം ഓണം, 3-ാം ഓണത്തിന് കേരളീയർ കുടിച്ച മദ്യം ഏതാണ്ട് 230 കോടി രൂപയുടെ മദ്യം. അപ്പോ ആഹാരം എന്ന രൂപത്തിൽ മദ്യം അകത്തേക്ക് പോകുമ്പോൾ, ശരിക്ക് ആഹാര രൂപത്തിൽ മാംസം അകത്തേക്ക് പോകുമ്പോൾ, ഇപ്പൊ നമുക്കിവിടെ ലഭിക്കുന്ന മത്സ്യം അത്രയും അമോണിയ അടിച്ചു കയറ്റിയതാ. 5 ദിവസം ആ മത്സ്യം തുറന്നു വെച്ചാലും ചീയില്ല. കാരണം അത്രയ്ക്ക് അമോണിയ കംപ്രസ് ചെയ്ത് കയറ്റിയിരിക്കുന്നതാ. ആ ഡെഡ് ബോഡി 4-5 ദിവസം ഉള്ളിൽ ചീഞ്ഞത് അതാ ഫ്രിഡ്ജിൽ നമ്മൾ വെക്കുക. അപ്പോ ഈ മാംസവും ഈ മത്സ്യവും ഈ മദ്യവും ഈ മരുന്നുകളും 4 മകാരമാണ്. മദ്യം, മത്സ്യം, മാംസം, മരുന്ന്. ഇതാണ് കേരളീയന്റെ ശരീരത്തിനകത്തേക്ക് പോകുന്നത്. ഇത് ഇപ്പൊ സംഭവിക്കുന്നത്. ഇനി എന്താ വേണ്ടത്? അതും കൂടി പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഞാൻ കുറേ കാലം യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിൽ ഉണ്ടായിരുന്നു. അപ്പൊ യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയില് കുറെ കുട്ടികള് പഠനം നടത്തിയത് കേരളത്തിലെ ഭക്ഷ്യവിഭവങ്ങളെ കുറിച്ചാ. സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികള് കേരളത്തിൽ വന്ന് വ്യത്യസ്ത സസ്യാഹാര വിഭവങ്ങളെ കുറിച്ച് പഠനം നടത്തി. അവസാനം അമേരിക്ക, കാനഡ, ഇംഗ്ലണ്ട്, യൂറോപ്പിൽ നിന്ന് വന്നവര് കേരളത്തിലെ ഭക്ഷ്യവിഭവങ്ങളെ കുറിച്ച് പഠനം നടത്തിയതിന്റെ പരിണത ഫലം അവർ പറയുന്നുണ്ട്. ലോകത്തിലെ ഏത് ജനതയ്ക്കും
710 കോടി ജനതയ്ക്ക് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് കേരളത്തിലെ അവിയല്, ഓലൻ, എലിശ്ശേരി, തോരൻ, മെഴുക്കുവരട്ടി, നമ്മുടെ പല തരത്തിലുള്ള വിഭവങ്ങൾ ചേർത്ത മെഴുക്കുവരട്ടികള്, തോരൻ, ഇലക്കറികള്, വെജിറ്റബിൾസ്, ഇത് ചേർത്ത മൊലോഷ്യം, കുരുമുളക് രസം, നല്ല സാമ്പാറ്, ഇങ്ങനെയുള്ള ഒരു 10-45 കൂട്ടം കറികള്. അത് ഒരു തരത്തിലും മനുഷ്യ ശരീരത്തിന് തിന്മകൾ ഉണ്ടാക്കില്ല. അതിന് കാരണം എന്തറിയോ? ലോകത്തില് ഔഷധ സസ്യങ്ങൾ ചേർത്തിട്ട് ഭക്ഷണം പാകം ചെയ്യുന്ന നമ്മൾ മാത്ര. ഭാരത